പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മൈതാനം നവീകരിക്കുന്നതിന് 2 കോടി രൂപ അനുവദിച്ചു. ആധുനിക രീതിയിലുള്ള മൈതാനം വരുന്നുവെന്ന പ്രഖ്യാപനത്തെ ഏറെ സന്തോഷത്തോടെയാണ് കായിക പ്രേമികൾ വരവേൽക്കുന്നത്. മലയോരത്തെ പ്രധാന പട്ടണമായ ചെറുപുഴയിൽ മികച്ച കളിക്കളമില്ലാത്തതിന്റെ കുറവ് ഭാഗികമായെങ്കിലും പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കായിക മേഖലയെ സ്നേഹിക്കുന്നവർ. അനുദിനം വികസിക്കുന്ന പട്ടണമായിട്ടും ചെറുപുഴയിൽ നല്ലൊരു മൈതാനമില്ലാത്തതിനാൽ വലിയ കായിക മത്സരങ്ങൾക്കൊന്നും വേദിയാകാൻ ചെറുപുഴയ്ക്ക് കഴിയാറില്ല. കളിക്കളങ്ങളില്ലാത്തതിനാൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെയും യുവജന ക്ലബ്ബുകളുടെ എണ്ണവും ഇവിടെ പരിമിതമാണ്. മികച്ച മൈതാനത്തിനായി കായിക പ്രേമികൾ നിരന്തരം ആവശ്യമുയർത്തുന്നതിനിടെയാണ് ഗ്രാമപഞ്ചായത്ത് മൈതാനം നവീകരിക്കാൻ 2 കോടി അനുവദിക്കുന്നുവെന്ന പ്രഖ്യാപനമെത്തുന്നത്. നിലവിലുള്ള മൈതാനത്തിന് വലിയ സ്ഥല സൗകര്യമില്ലെങ്കിലും മൈതാനം നവീകരിക്കുമെന്ന വാർത്ത വലിയ സന്തോഷത്തോടെയാണ് കായിക പ്രേമികൾ സ്വീകരിക്കുന്നത്. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്ന ഒരു ഗ്രൗണ്ടാണിത്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ സർക്കാർ 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയെന്ന് അറിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ഈ ഗ്രൗണ്ടിൻ്റെ പരിപാടികൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് നോക്കേണ്ടത് ഇത് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ല പഞ്ചായത്താണ്. ഇതിപ്പം ഒരു സ്റ്റേഡിയം ആക്കുന്നതിനേക്കാളും നല്ലത് ഇതൊരു ടർഫാക്കി കൊടുക്കുകയാണെങ്കിൽ ചുറ്റോട് ചുറ്റും ഒരു നെറ്റൊക്കെ ആക്കി ഇത് ചുറ്റോട് ചുറ്റും കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ബോളൊന്നും പറക്കാൻ വേണ്ടി പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി. ഇപ്പോൾ ഈ പുഴയുടെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയ സ്ഥിതിയാണ്. അവിടെ പോയി ഒരു ബോളൊക്കെ എടുത്തിട്ട് വരേണ്ടത്. ഇനി ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അവിടെ പാമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അതിൻ്റെ അധികൃതർ നോക്കി കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ ഉള്ള ഒരു തീരുമാനം എടുക്കുക. നമ്മളിവിടെ കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. ഇപ്പം ഇവിടുന്ന് കുറേ ആൾക്കാർ ഇപ്പം തന്നെ കാണാൻ പറ്റും. നമുക്ക് ചെറിയ കുട്ടികളടക്കം ഇവിടെ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. പക്ഷേ ഇതിപ്പം ബജറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്കിപ്പം 2 കോടി അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കേട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കളിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് നമുക്ക് ഈ ഗ്രൗണ്ട് വേണം. നമ്മളിവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുടെ കയ്യിൽ നിന്നും 200, 300, 500 വീതം ഇട്ടിട്ട് എല്ലാം ഈ നെറ്റ് മേടിക്കാനും കമ്പി കെട്ടാനും കാര്യങ്ങളും ചെയ്യാനും ഓരോ മാസവും നമ്മൾ പൈസ ഇടും. അങ്ങനെ പൈസ ഇട്ടിട്ട് നമുക്ക് മാത്രമല്ല ഫുട്ബോൾ കളിക്കുന്നവർക്കും ഒരു പോസ്റ്റ് വരെ അറ്റ്ലീസ്റ്റ് ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇങ്ങനെ പഞ്ചായത്തിന് മുമ്പിലും അതുപോലെ മറ്റ് നമ്മൾ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ വാർത്ത കേട്ടുകൊണ്ടാണ് നിങ്ങളടക്കമുള്ള ആളുകൾ വരെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മളിവിടെ കളിക്കുന്നുണ്ട്, നിങ്ങളാരും വന്നിട്ടില്ല. നിങ്ങളൊരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ നിന്ന് പ്രശ്നമുണ്ടോ? കാരണം ഇവിടെ പഞ്ചായത്തിൻ്റെ പല പാർട്ടിയിലും പല വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് കളിക്കുന്നവരാണ്. നമ്മളൊരു നെഗറ്റീവല്ല പറയണേ, ആദ്യമേ അതിനെ സ്വാഗതം ചെയ്യാണ്. പക്ഷേ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നമുക്ക് സപ്പോർട്ട് കൂടുതൽ തരണം. കാരണം വെച്ചാൽ ഈ വാർത്ത അറിഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ഒരിക്കലും വരേണ്ടത്. അതിന് മുമ്പ് ഒരു ദിവസം വന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് അത്ര സന്തോഷമായേനെ. എനിവേ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നിലപാടിനോട് നമ്മൾ പൂർണ്ണമായിട്ടും എന്താ പറയുക അംഗീകരിക്കുകയാണ്. പക്ഷേ ഇത് പ്രാബല്യത്തിലാവുമ്പോൾ മാത്രമേ നമുക്കത് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഡിലേ വന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് പോവാണ്, നമ്മളൊക്കെ വലുതായി ആളുകൾ പുതിയ ആൾക്കാർ എല്ലാം വലുതായി 4-5 വർഷം കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല. അപ്പോൾ കായികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രായത്തിലേ ഉള്ളൂ. 10-20 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെ കളിക്കാൻ പറ്റുള്ളൂ. ആ സമയം കഴിഞ്ഞാൽ പിന്നെ കല്യാണമൊക്കെ ഞങ്ങൾ പോകും. ആ സമയത്ത് നമുക്ക് കിട്ടിയാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഇതൊരു അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ദിവസേന ഈ ഗ്രൗണ്ടിനെ ആശ്രയിക്കുന്ന തന്നെ ഒരു 10-60 ആൾക്കാർ ആശ്രയിക്കുന്നുണ്ട്. അത് ചെറുപുഴ പഞ്ചായത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല, തൊട്ടടുത്തുള്ള ആയനൂരായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ചിറ്റാരിക്കാരുള്ളവരായിക്കഴിഞ്ഞാലും എവിടെയായാലും എല്ലായിടത്തും ഇതന്നെ അവസ്ഥ. കാരണം ഒരുപാട് യുവാക്കളുണ്ട്, പക്ഷേ അവർക്ക് വേണ്ട ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഈ പറയുന്ന പോലെ പഞ്ചായത്തോ വേറെ ആരും ചെയ്തു കൊടുക്കുന്നില്ല. ഗ്രൗണ്ടിന് വരുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കുറേ കാലം ഞാനൊക്കെ ഒരു 10 വർഷമായി ഇവിടെ കളിക്കുന്നത്. ഈ നാട്ടുകാരനും കൂടിയല്ല, നമുക്ക് അവിടെ എവിടെയും ഗ്രൗണ്ടില്ല, ആൾക്കാർ കളിക്കാനില്ല. പിന്നെയുള്ള ഒരു ഗ്രൗണ്ട് ഇത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കളിക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ ഈ വർഷം ഈ മഴയത്ത് നമുക്ക് കളി നടക്കത്തില്ല. അപ്പം നമ്മൾ കയ്യിൽ നിന്ന് പിരിവിട്ടിട്ട് 15,000, 20,000 ഒരാൾ നമ്മൾ 100-200 ഇട്ടിട്ടാണ് നമ്മൾ ഈ ഗ്രൗണ്ട് മഴയത്ത് കാടൊക്കെ വരുമ്പോൾ അതെല്ലാം വായിക്കി കളയുന്നു. അതുപോലെ നമ്മൾ ഇതുപോലെ കണ്ടില്ലേ വലയൊക്കെ പുഴയിലേക്ക് ബോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇതെല്ലാ വർഷവും നമ്മളിങ്ങനെ ഒരുപാട് പൈസ മുടക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് പഞ്ചായത്തിൽ ഇവിടുന്ന് എല്ലാ ആൾക്കാരെല്ലാം പോയി പറഞ്ഞു എന്നൊരു ബലം ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് തൂണ് കുഴിച്ചിട്ട് നല്ലാതെ ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല. നമുക്ക് കളിക്കാനുള്ള ഒരു ആഗ്രഹം ഒരു 5-10 പേരല്ല, സ്ഥിരമായിട്ട് ഇവിടെ എനിക്ക് പോകുന്നത് മഴയത്ത് മാത്രമേ കളി നടക്കാത്തുള്ളൂ. മഴ മാറി അപ്പം കളിയാം. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും മാറും. അതാണ് എനിക്ക് പറയാനുള്ളത്. വരണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇനി ഇതുപോലെ കാട്ടിൽ നിന്ന് കളിക്കേണ്ടി വരും. പാമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ബോൾ എത്രയാണ് പോകുന്നതെന്ന് അറിയോ? ഒരു വർഷം ബോൾ മേടിച്ചിട്ട് ഒരു 80,000 രൂപ നമ്മൾ കണക്കൂടി നോക്കി ഈ പുഴയിൽ അത്രയും പോകുന്നുണ്ട് ബോൾ. അപ്പോൾ ഇതെന്തായാലും വരേണ്ട ഒരു ആവശ്യം തന്നെയാണ്. എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. വളരെയധികം സന്തോഷമുണ്ട് 2 കോടി ഇന്നത്തെ ബജറ്റിൽ അവതരിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ ഈ ചെറുപുഴക്കാരനല്ല. ഞാൻ ചീമേനി കാക്കടം എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ഇവിടുന്ന് കളിക്കാൻ വരുന്ന ആളാണ്. കാരണം ഈ ചെറുപുഴയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പിള്ളേരായാലും
പ്രായ മതഭേദമന്യേ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നല്ലൊരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു കായിക പ്രേമികൾ കൂടിയാണ് ചെറുപുഴക്കാർ. ഒരല്പം വൈകിപ്പോയെങ്കിലും ഈ ഒരു നടപടി സ്വാഗതാർഹം തന്നെയാണ്. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ഈ കായിക ലോകത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ മൊബൈലിനും മറ്റും അടിമപ്പെടുമ്പോൾ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് ഈ ചെറുപുഴ ഈ മിനി സ്റ്റേഡിയം എത്രയോ കാലങ്ങളായിട്ട് ഈ കളികൾ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഏതൊരു തിരക്കിൻ്റെ സന്ദർഭത്തിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും ഈ കളിക്ക് വേണ്ടിയിട്ടും ഈ കളിക്കാർക്കിടയിലും ഒരു ആത്മബന്ധം പുലർത്തുന്നതിൽ ഈ ഗ്രൗണ്ട് സമ്മാനിച്ച ഒരു വലിയൊരു കാര്യമുണ്ട്. അതെല്ലാവർക്കും ഒരു മാതൃകാപരമാണ്. അത്രത്തോളം മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കൊല്ലത്തിൽ ഏകദേശം ഒരു 5, 6, 7 പ്രീമിയർ ലീഗൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും മാതൃകാപരമാണ്. അത്രത്തോളം കായികത്തെ സ്നേഹിക്കുന്നവരാണ് ചെറുപുഴക്കാർ എന്ന് ഉറപ്പിച്ചു പറയാം. കാരണം നമ്മളൊക്കെ 10-13 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഇവിടുന്ന് കളിക്കാൻ വരുന്നത്. അത്രത്തോളം സ്നേഹബന്ധവും ആത്മബന്ധവും പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ്. അതും ഈ കളിയുടെ പേരിൽ മാത്രം, വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഈ കളിയുടെ പേരിൽ മാത്രം ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കായികപരമായിട്ട് ഇനിയും ഒരുപാട് മുന്നേറട്ടെ നമ്മുടെ മലയോര നാട്, ചെറുപുഴ മാത്രമല്ല നമ്മുടെ മലയോര നാട് ഇനിയും ഒരുപാട് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. കായിക രംഗത്തിന് വളക്കൂറുള്ള മണ്ണാണ് മലയോരമെങ്കിലും മൈതാനങ്ങളുടെ കുറവ് ഈ മേഖലയിലെ വളർച്ച മുരടിപ്പിക്കുകയാണ്. ഇതിന് പരിമിതമായ തോതിലെങ്കിലും പരിഹാരം കാണാൻ ചെറുപുഴ പട്ടണത്തോട് ചേർന്നുള്ള ഗ്രാമപഞ്ചായത്ത് നവീകരണം കൊണ്ട് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് ബജറ്റ് പ്രഖ്യാപനം ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.